പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20. പ്രധാന വാർത്തകൾ. തെക്കൻ ബാത്തിനയിലെ റുസ്താഖ് വിലായത്തിലുള്ള ഐൻ അൽ കസ്ഫയിൽ വികസന പദ്ധതി പൂർത്തീകരിച്ചു. ഇവിടെ കൂടുതൽ സൗകര്യങ്ങളോടെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കുകയായിരുന്നു അധികൃതർ. 33 കാറുകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ പാർക്കിംഗ് വിപുലീകരണം, പുതിയ ശൗചാലയങ്ങൾ നിർമ്മിക്കൽ, നീന്തൽക്കുളം, കുട്ടികൾക്കുള്ള റൈഡുകൾ, കിയോസ്കുകൾ അടക്കമാണ് ഒരുക്കിയിരിക്കുന്നത്. പുറമെ ഐൻ അൽ കസ്ഫയ്ക്ക് സുതാര്യമായ മേൽക്കൂരയും ഇതിന് തൊട്ടടുത്തുള്ള വാച്ച് ടവറും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ധാരയായി ഒഴുകുന്ന ഐൻ അൽ കസ്ഫ സഞ്ചാരികൾക്ക് എന്നും അത്ഭുതമാണ്. രോഗശമനം നൽകുന്ന സൾഫർ അടങ്ങിയതിനാലാണ് വെള്ളത്തിന് ചൂട് പിടിക്കുന്നത്. ചർമ്മരോഗങ്ങൾക്കടക്കം നല്ലതാണ് ഈ ചൂടുവെള്ളം. 45 ഡിഗ്രി വരെ ചൂടുണ്ടാകും. സന്ധിവേദന, വാതമടക്കമുള്ള നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ഈ വെള്ളം. സൾഫർ അടങ്ങിയതിനാലാണ് ചൂടുവെള്ളം ധാരയായി വരുന്നത്. ഇവിടെ നിന്നും ധാതുപദാർത്ഥങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനും പദ്ധതിയുണ്ട്. പരിസ്ഥിതിയെ വൃത്തിയോടെ സൂക്ഷിക്കുന്നതിന് ധോഫാർ നഗരസഭ ആരംഭിച്ച ശുചീകരണ ക്യാമ്പയിൻ മിർബാത്ത് വിലായത്തിൽ പുരോഗമിക്കുന്നു. പൊതുയിടങ്ങൾ, കോട്ടകൾ, പൈതൃക പ്രദേശങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തികൾ നടക്കുകയാണ്. ഫെബ്രുവരി 5 ആരംഭിച്ച ക്യാമ്പയിൻ മാർച്ച് 5 വരെ തുടരും. മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, കാടുമൂടി ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ വെട്ടിത്തെളിക്കുക, കീടനാശിനികൾ തളിക്കുക, കൊതുകുകളും മറ്റും വളർന്നു വരുന്ന മാർഗങ്ങൾ തടയുക തുടങ്ങിയ പ്രവർത്തികളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രധാനമായും നടക്കുന്നത്. ഇതോടൊപ്പം പൊതുജനങ്ങളെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ചുറ്റുപാടുകൾ വൃത്തിയുള്ളതായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവാന്മാരാക്കുകയും ചെയ്യും. മാൻവി 2 മസ്കത്ത് എന്ന പേരിൽ മസ്കത്ത് ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ലെക്ചർ സീരീസിൻ്റെ 4ാമത് സെഷൻ വ്യാഴാഴ്ച എംബസി ഓഡിറ്റോറിയത്തിൽ നടക്കും. ചരിത്രബന്ധം രൂപപ്പെടുത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലുമുള്ള പങ്കിനെക്കുറിച്ചുള്ള അവതരണങ്ങളാണ് നടന്നുവരുന്നത്. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ ജെയിംസ് ഓൺലൈ പ്രഭാഷണം നടത്തും. ഇന്ത്യ ആൻഡ് അറേബ്യ കണക്ഷൻസ് അക്രോസ് മില്ലേനിയ എന്ന പ്രമേയത്തിലാണ് ഇത്തവണ പ്രഭാഷണം നടത്തുന്നത്. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ട സഹകരണത്തിൻ്റെ ചരിത്രങ്ങളും സെഷനിൽ പ്രതിപാദിക്കുന്നു. സീബ് വിലായത്തിൽ കടകളിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. 2 വാണിജ്യ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കത്ത് KMCC തൃക്കരിപ്പൂർ മണ്ഡലം സംഘടിപ്പിച്ച പ്രഥമ ക്രിക്കറ്റ് ലീഗ് ടൂർണമെൻറ്റിൽ അസ്ഫാൻ DR 11 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി റൂവി സ്മാഷേഴ്സ് മസ്കത്ത് കിരീടം ചൂടി. ഒമാനിലെ പ്രമുഖ 16 ടീമുകൾ മാറ്റുരച്ച ടൂർണമെൻറ്റിൽ ഓരോ മത്സരങ്ങളും ആവേശകരമായിരുന്നു. 1ാം സെമിഫൈനലിൽ UPS ഒമാനിനെ 25 റൺസിന് പരാജയപ്പെടുത്തി അസ്ഫാൻ DR 11 ഫൈനലിൽ പ്രവേശിച്ചു. അവസാന പന്ത് വരെ നീണ്ടുനിന്ന ആവേശകരമായ 2ാം സെമിഫൈനൽ മത്സരത്തിൽ ദാം 11 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി റൂവി സ്മാഷേഴ്സ് ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനലിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ടീം അസ്ഫാൻ DR 11 നിശ്ചിത 6 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 39 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് റൂവി സ്മാഷേഴ്സ് 1 വിക്കറ്റ് നഷ്ടത്തിൽ 5 ഓവറിൽ ലക്ഷ്യം കണ്ടു. പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം നാട്ടിൽ നിര്യാതനായി. മാക്കാംകുന്ന് സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗം മാക്കാംകുന്ന് ചരുവിളപുത്തൻ വീട്ടിൽ ഷാജി വർഗീസാണ് മരണപ്പെട്ടത്. ഒമാൻ ഒബ്സർവർ ദിനപത്രത്തിലെ ജീവനക്കാരനായിരുന്ന ഷാജി വർഗീസ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവധിക്കായി നാട്ടിലേക്ക് പോയത്. 2ാം ലോക മഹായുദ്ധത്തിനു മുമ്പുള്ള ലോകത്തിലെ ഏറ്റവും അപൂർവമായ ചില സൂപ്പർ കാറുകൾ അടുത്ത മാസം ദുബായിൽ ലേലം ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ കാർ ലേല സ്ഥാപനമായ RM സൊത്തീബിസ് ആണ് സൂപ്പർ കാറുകളുടെ ലേലം മാർച്ച് 9 ദുബായിൽ നടത്തുന്നത്. 2.9 മില്യൺ മുതൽ $3.3 മില്യൺ വരെ വില വരുന്നതാണ് പലതും. സലാലയിലെത്തിയ മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കൗൺസിലറും മുൻ തൊണ്ടർനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കോറോം പടയൻ അബ്ദുള്ളയ്ക്ക് സലാല KMCC വയനാട് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. KMCCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സലാല ടൗൺ KMCC ഓഫീസിൽ നടന്ന ചടങ്ങ് കേന്ദ്ര കമ്മിറ്റി ട്രഷറർ റഷീദ് ഖാദിരി ഉദ്ഘാടനം ചെയ്തു. ഷൗക്കത്ത് C, ഹാരിസ്, ഷാഹിർ എന്നിവർ സംസാരിച്ചു. അസീസ് കണിയാമ്പറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷമീർ ഫൈസി സ്വാഗതവും നിസാർ
നന്ദിയും പറഞ്ഞു. യുണൈറ്റഡ് ഒമാൻ സ്കൈ ഗ്രൂപ്പിന്റെ ഭാഗമായ മസ്കത്ത് സ്കൈ ലൈറ്റിംഗ് റൂവി ഹോണ്ട റോഡിൽ മസ്കത്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ബോർഡ് അംഗം ഹമദ് അൽ വുഹൈബിയുടെ ആഭിമുഖ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 1500 ചതുരശ്ര മീറ്ററിൽ ക്രമീകരിച്ചിരിക്കുന്ന ലൈറ്റിംഗ് സൊല്യൂഷനുകൾക്കായി മാത്രമായുള്ള അത്യാധുനിക ഷോറൂം എല്ലാ ലൈറ്റിംഗ് സേവനങ്ങളും ലഭ്യമാക്കുന്നു. ചൈനയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള മിക്ക ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാണെന്ന് പ്രൊമോട്ടർമാർ പറഞ്ഞു. പുതിയതും നിലവിലുള്ളതുമായ കെട്ടിടങ്ങൾക്ക് എല്ലാ ലൈറ്റിംഗ് സൊല്യൂഷനുകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരമായ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഷോറൂം തുറന്നതിൽ അഭിമാനമുണ്ടെന്ന് സ്കൈ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PC ഷബീർ പറഞ്ഞു. മസ്കത്ത് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസിൽ തൊഴിൽ മേഖലയിൽ നിന്നുള്ള പരാതികളേറുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നിരവധി ഇന്ത്യൻ പ്രവാസികളാണ് പരാതിയുമായി എംബസിയെ സമീപിച്ചത്. മലയാളികളും തൊഴിൽ നിയമലംഘനങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരിലുണ്ട്. കൃഷി, നിർമ്മാണം, തയ്യൽ, ഹോട്ടൽ തുടങ്ങിയ മേഖലകളിൽ തൊഴിലിനെത്തിയവരാണ് ഇവരിൽ ഭൂരിഭാഗവും. കൃത്യമായ ശമ്പളം ലഭിക്കാതിരിക്കൽ, അമിത ജോലിഭാരം, അവധി ലഭിക്കുന്നില്ല, ഉപകരാറുകൾ നൽകി തുക നൽകാതിരിക്കൽ, കരാറുകാരൻ പണം കൈപ്പറ്റി കടന്നുകളയുക തുടങ്ങിയ പരാതികളാണ് പ്രധാനമായും തൊഴിലാളികൾ എംബസിക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. തട്ടിപ്പിന് ഇരയാകുന്നവരിലും കമ്പനി ഉടമകളിലും മലയാളികളും ഉണ്ടെന്നതാണ് വസ്തുത. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച് 4 മണി വരെ തുടർന്നു. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും സന്നിധരായിരുന്നു. തൊഴിലാളികളുടെ പരാതികൾ കേട്ട അംബാസഡർ ആവശ്യമായ പരിഹാര നടപടികൾക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിസ്വ FC സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെന്ന മലബാർ നെസ്റ്റോ FC ജേതാക്കളായി. GFC അൽ അൻസാരിക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു സെന്ന മലബാറിന്റെ വിജയം. യുണൈറ്റഡ് കേരള 3-ാം സ്ഥാനവും ഫിഫ മൊബേല 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. 12 ടീമുകളെ 4 ഗ്രൂപ്പായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരവും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കളിക്കാരനുള്ള പുരസ്കാരവും ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചും സെന്ന മലബാർ നെസ്റ്റോ FCയുടെ ഉനൈസ് കരസ്ഥമാക്കി. UAEയിൽ നടന്ന ആദ്യ രാജ്യാന്തര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തിളക്കമാർന്ന വിജയവുമായി മലയാളി ബാലൻ. ബൗഷർ ഇന്ത്യൻ സ്കൂളിലെ 5-ാം തരം വിദ്യാർത്ഥിയും പത്തനംതിട്ട കുമ്പനാട് സ്വദേശി പീറ്റർ ചാക്കോ ആനി പീറ്റർ ദമ്പതികളുടെ മകനുമായ യോഹാൻ ചാക്കോ പീറ്ററാണ് 1-ാം സ്ഥാനത്തിന് അർഹനായി സ്വർണ്ണ മെഡൽ നേടിയത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കുമിതെ വിഭാഗത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് യോഹാൻ സ്വർണ്ണ മെഡൽ നേട്ടം. ഫെബ്രുവരി 16 മുതൽ 18 വരെ ഫുജൈറ സായിദ് സ്പോർട്സ് കോംപ്ലക്സിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. മസ്കത്തിലെ അലി അൽ റൈസി ക്ലബ്ബിൽ കരാട്ടെ പരിശീലനം നടത്തുന്ന യോഹാൻ ഒമാനെ പ്രതിനിധീകരിച്ചാണ് ഇത്തവണ പങ്കെടുത്തത്. 2022 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജോർജിയയിലെ തിബ്ലിസിയിൽ നടന്ന മത്സരങ്ങളിലും 2023 ഒമാനിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. സലാലയിലെ പുതിയ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2025 ആശുപത്രി പൂർണ്ണമായും യാഥാർത്ഥ്യമാകുക. 6 നിലകളിലായി 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. 700 ബെഡുകളാണുണ്ടാകുക. വിവിധ സ്പെഷ്യാലിറ്റികൾ ഇവിടെയുണ്ടാകും. താഴെ നിലയിൽ മാത്രം 32 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും. സർഫീത്ത് അതിർത്തി വഴി കടത്താൻ ശ്രമിച്ച ഘാട്ട് മയക്കുമരുന്ന് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഘാട്ട് സൂക്ഷിച്ചിരുന്നത്. മറ്റൊരു സംഭവത്തിൽ വാഹനത്തിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം റോയൽ ഒമാൻ പോലീസ് തടയുകയും 330 പാക്കറ്റ് ഘാട്ട് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ദോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് കീഴിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് പിടികൂടിയത്. വാഹനത്തിനകത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഇവ കണ്ടെടുത്തത്. പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. അതേസമയം മയക്കുമരുന്ന് തടയുന്നതിന് സുരക്ഷാ വിഭാഗങ്ങൾ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20. പ്രധാന വാർത്തകൾ.